കാട്ടുപാതയുടെ അനന്തമായ അതിരുകൾക്കപ്പുറം ഒരു സ്വർഗലോകമുണ്ട്. നമുക്കൊന്ന് പോയി വരാം. പാലക്കാടിൻ്റെ നാട്ടിൻപുറങ്ങളിലൂടെ സഞ്ചരിച്ച് നെല്ലിയാമ്പതിക്ക് തൊട്ടടുത്തായി ഞങ്ങൾ താമസിച്ചത് ഈ കാണുന്ന പ്രകൃതി രമണീയമായ ഹിൽ വ്യൂ ഹോം സ്റ്റേയിലായിരുന്നു. അതിൻ്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നിറങ്ങി നേരെ പോത്തുണ്ടി ഡാമിന് സമീപത്തെ ചെക്ക് പോസ്റ്റിലേക്ക് എത്തി. സഞ്ചാരികളുടെ ഡീറ്റെയിൽസ് എല്ലാം ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൽ കൊടുത്തിട്ട് വേണം നെല്ലിയാമ്പതിക്ക് കയറിപ്പോകാൻ. രാവിലെ 7 മണി മുതൽ 3 മണി വരെയാണ് പ്രവേശന സമയം. മാത്രമല്ല വൈകിട്ട് 5 മണിക്ക് മുമ്പായി ചെക്ക് പോസ്റ്റ് തിരിച്ചെത്തുകയും വേണം. നെല്ലിയാമ്പതി യാത്രയിൽ പോത്തുണ്ടി ഡാം മാത്രമല്ല 20 കിലോമീറ്റർ മാറിയുള്ള കൊല്ലങ്കോടും ഫേമസ് ടൂറിസ്റ്റ് ലൊക്കേഷനുകളിൽ ഒന്നാണ്. ചെറിയ അരുവി പോലെ ഒഴുകി വരുന്ന ഈ സ്പോട്ടാണ് കുണ്ടറ ചോല പാലം. പ്രളയത്തിന്റെ ശക്തിയിൽ തകർന്നുപോയ ഈ പാലം 1.5 കോടി മുടക്കി പുനർനിർമ്മിച്ചതാണ്. ഇതുപോലുള്ള ചെറുതും വലുതുമായ വെള്ളച്ചാട്ടങ്ങൾ കയറിപ്പോകുന്ന വഴിയിൽ പലയിടത്തായി കാണാം. മരങ്ങൾക്കിടയിലൂടെ പോത്തുണ്ടി ഡാമിന്റെ മനോഹാരിത ഒരു നോക്ക് കണ്ടിട്ട് പോകാമെന്ന് കരുതി. മഴയില്ലാത്ത സമയത്തും അത്യാവശ്യം ഭംഗിയോടെ നമ്മെ ആകർഷിക്കുന്ന ഇത്തരം കൊച്ചു വെള്ളച്ചാട്ടങ്ങൾ നെല്ലിയാമ്പതിയുടെ ഭൂപ്രകൃതിയുടെ അടയാളമാണ്. സമുദ്രനിരപ്പിൽ നിന്നും 1500 മീറ്റർ വരെ ഉയരത്തിലുള്ള വലിയ മലകൾ നെല്ലിയാമ്പതിയിൽ ഉൾപ്പെടുന്നുണ്ട്. പിന്നോട്ട് നോക്കിയപ്പോൾ പോത്തുണ്ടി ഡാമിന്റെ കുറച്ചുകൂടി ഓപ്പണായ ഒരു ഫ്രെയിം കാണാൻ സാധിച്ചു. പ്രധാന ടൂറിസ്റ്റ് സ്പോട്ടുകളിലേക്ക് എത്തുന്നതിന് മുന്നോടിയായി നമ്മെ വരവേൽക്കുന്ന ഈ ഒരു ഫോട്ടോഷൂട്ട് ലൊക്കേഷനാണ് വരയാട് മല വ്യൂ പോയിന്റ്. മലനിരകളോട് ചേർന്ന് വനത്തിന്റെ ഭംഗി നോക്കി നിന്നപ്പോൾ അതാ അവിടെ ഒരു മരത്തിൽ ഒറ്റയ്ക്കൊരു കരിങ്കുരങ്ങ്. ഇവിടെ ഇറങ്ങുന്ന സഞ്ചാരികളുടെ ഒരു വലിയ വാഹനനിര തന്നെ കാണാം. KSRTCയുടെ ഉല്ലാസയാത്രയും ഇവിടെ ആസ്വദിച്ചിട്ടേ പോകാറുള്ളൂ. ഇതാണ് നെല്ലിയാമ്പതി ചുരത്തിലെ അയ്യപ്പൻതിട്ട ക്ഷേത്രം. ഇവിടെയും ശാസ്താവ് കുടികൊള്ളുന്നത് വനത്തിൽ തന്നെയാണ്. പുലി ഇറങ്ങുന്ന സ്ഥലം കൂടിയാണിതെന്ന് ചിലർ പറയുന്നു. ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് തന്നെ കാഴ്ചകൾ ആസ്വദിക്കാൻ ഒരു വാച്ച് ടവർ ഉണ്ട്. മലമുകളിൽ കോട ഇറങ്ങുന്നതിന്റെ ഭംഗി ഇവിടെ നിന്ന് നന്നായി കാണുവാൻ സാധിക്കും. ഇപ്പോൾ നിൽക്കുന്ന സ്ഥലമാണ് കൈകാട്ടി ജംഗ്ഷൻ. ഇവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ സീതാർകുണ്ട്, മാട്ടുമല എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാം. വലത്തോട്ടാണെങ്കിൽ കേശവൻപാറ, കാരപ്പാറ എന്നീ സ്ഥലങ്ങളും. നമ്മൾ ഇടത്തോട്ട് കയറി ഗവൺമെന്റ് ഓറഞ്ച് ആൻഡ് വെജിറ്റബിൾ ഫാം കാണാനെത്തി. ഇനി നമുക്ക് ഫാം ടൂറിസത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കാം. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 25 രൂപയുമാണ് എൻട്രി ഫീ. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് സന്ദർശന സമയം. കേരളത്തിലെ ഏക ഓറഞ്ച് ഫാം, പാവങ്ങളുടെ ഊട്ടി എന്നറിയപ്പെടുന്ന സവിശേഷമായ ഭൂപ്രകൃതിയുള്ള നെല്ലിയാമ്പതിയിലാണ്. വിദേശി ഇനം ഫലവൃക്ഷങ്ങൾ, പച്ചക്കറികൾ, ചെടികൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെ വലിയൊരു വിളനിലമാണ് സർക്കാരിന്റെ ഈ ഫാം. ചാമ്പമരത്തണൽ എന്ന ഈ തോട്ടത്തിൽ കയറിയാൽ പലയിനം ചാമ്പമരങ്ങളും കണ്ട് മരക്കസേരയിലിരുന്ന് ഈ മരത്തണലിൽ വിശ്രമിക്കാം. കൃഷിയും പൂക്കളും പച്ചക്കറികളും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നടന്നു കാണാൻ ഏക്കർ കണക്കിന് സ്ഥലങ്ങളുണ്ട് ഇവിടെ.
ഈ ഏറുമാടത്തിൽ കയറിയാൽ ഈ പ്രദേശത്തിന്റെ മൊത്തം വിസ്തൃതിയും ഭംഗിയും ഒറ്റ നോട്ടത്തിൽ കാണാം. പാഷൻ ഫ്രൂട്ടിന്റെ വലിയൊരു കൃഷിയിടം തന്നെ ഇവിടെയുണ്ട്. ഇതിൽ നിന്നും ജ്യൂസ്, ജാം പോലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെന്ന സമയം ഓറഞ്ച് സീസണായി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതുമാത്രമല്ല, സ്വദേശി വിദേശി ഇനമായ ചക്ക, മാങ്ങ, പേരയ്ക്ക, മുസമ്പി, സ്ട്രോബെറി, ഡ്രാഗൺ ഫ്രൂട്ട് എന്നിങ്ങനെ 50ഓളം വെറൈറ്റി ഫ്രൂട്ട്സ് ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി ഇനങ്ങളിൽ ക്യാബേജ്, കോളിഫ്ലവർ, ബ്രൊക്കോളി, ക്യാരറ്റ്, ബീട്രൂട്ട്, ക്യാപ്സിക്കം, ബീൻസ്, ഗ്രീൻ പീസ്, ലെറ്റൂസ്, റാഡിഷ്, കാശ്മീരി ഗാർലിക് എന്നിങ്ങനെയുള്ള വിളകളുടെ ഉൽപാദനം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട്. ഓറഞ്ച് ഫാമിൽ നിന്നിറങ്ങി അപ്പോഴേക്കും ഞങ്ങളുടെ ജീപ്പ് സഫാരിക്കുള്ള വണ്ടി എത്തി. ഇനി ലക്ഷ്യം ടോപ്പ് സ്റ്റേഷൻ. പുലയം പാറ എന്ന സ്ഥലത്തുള്ള KECB സബ്സ്റ്റേഷൻ ഓഫീസിന് സൈഡിലുള്ള ടാർ ചെയ്യാത്ത ഈ വഴിയിലൂടെ മുന്നോട്ട് പോയാൽ നിരന്തരം മലയിറങ്ങി വരുന്ന ജീപ്പുകൾ കാണാം. ഒരു ജീപ്പിന് 1600 കൊടുത്താൽ 4-5 പേർക്ക് പോയി വരാം. കഷ്ടിച്ച് 2 ജീപ്പുകൾക്ക് കടന്നു പോകാവുന്ന ഒരു ഓഫ് റോഡാണിത്. ആവേശത്തോടെ പാറപ്രതലങ്ങളിൽ ചാഞ്ചാടി വരുന്ന ജീപ്പിൻ കൂട്ടങ്ങൾ ഫോറസ്റ്റ് ഓഫീസിന് മുന്നിലെത്തി പാസ് എടുത്തിട്ട് വേണം മാട്ടുമല അടക്കമുള്ള മലമുകളിലെ വ്യൂ പോയിന്റിലേക്ക് കയറിപ്പോകാൻ. രാവിലെ 8 മണി മുതൽ 4 വരെയാണ് എൻട്രി ടൈം. 6 മണിക്ക് തിരിച്ചിറങ്ങണം. വിദ്യാർത്ഥികൾക്ക് 30 രൂപ, മുതിർന്നവർക്ക് 60 രൂപ, വിദേശികൾക്ക് 150 എന്നിങ്ങനെയാണ് റേറ്റ്. അതുകൂടാതെ വാഹനത്തിന് 100 രൂപ പ്രവേശന ഫീസും അടയ്ക്കണം. വനത്തിനുള്ളിലെ കാഴ്ചകളുടെ ആസ്വാദനം ദാ കാണും പോലെ നിലയ്ക്കാത്ത തേരോട്ടമായി വന്നും പോയിക്കൊണ്ടേയിരുന്നു. ചെളിക്കുളങ്ങൾക്ക് മുകളിലൂടെ വൃക്ഷത്തലപ്പുകളെ തലോടി മറിഞ്ഞു വീണ മുത്തശ്ശി മരത്തിലേക്ക് കണ്ണോടിച്ച് ചക്രങ്ങൾ ഉരുണ്ടുകൊണ്ടേയിരുന്നു. തെന്നി നീങ്ങാൻ സാധ്യതയേറും വിധം ചെളി പുതച്ചിരുന്ന ഈ പാതയിലെ ഡ്രൈവിങ്ങിന് ക്ഷമയുടെയും ശ്രദ്ധയുടെയും പ്രാധാന്യമേറെയുണ്ടെന്ന് നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ മിന്നാമ്പാറ വ്യൂ പോയിന്റിലെത്തി. മലനിരകളുടെ നല്ലൊരു ആംഗിൾ ഇവിടുന്ന് പ്രകടമാണ്. തെളിഞ്ഞ നീലാകാശ തിളക്കത്തിൽ കാഴ്ചയുടെ വിശാലതയിൽ ഫോട്ടോഷൂട്ടിന് പറ്റിയ ഇടവും ഇവിടെയുണ്ട്. വീണ്ടും അടുത്ത വ്യൂ പോയിന്റ് ലക്ഷ്യമാക്കി മുന്നോട്ട്. നാമാവിശേഷമായ ഈ ഒരു കെട്ടിടത്തെക്കുറിച്ച് ഡ്രൈവർ പറഞ്ഞത് പണ്ടിവിടെ കുറച്ച് ആളുകൾ താമസിച്ചിരുന്നെന്നും ഇനിയാകെ 2 വീട്ടുകാരെ ബാക്കിയുള്ളൂ എന്നുമാണ്. ഇത്തരം കാട്ടുവഴിയിലൂടെ ജീപ്പ് ഓടിക്കുമ്പോൾ ഡ്രൈവർമാർ പുലർത്തുന്ന ഒരു ധാരണ പ്രശംസനീയമാണ്. അടുത്ത വ്യൂ പോയിന്റായ മാട്ടുമലയിലെത്തി. സാമാന്യം നല്ല ഉയരക്കൂടുതൽ തോന്നിക്കുന്ന ഒരിടം. കാഴ്ചയുടെ തലങ്ങളും ഗംഭീരം തന്നെ. ഇടതടവില്ലാതെ ജീപ്പുകൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന ഇവിടെ ആരെയും അനന്തതയിലേക്ക് ആകർഷിക്കും വിധം ഒരു വൈബുണ്ട്. ഇവിടെ നിന്നുള്ള കാഴ്ചയുടെ ഒരറ്റം പറമ്പിക്കുളം വരെ നീളുന്നതാണ്. ഇവിടെ ചില ജീപ്പുകൾ ഒരു മാസ് ലുക്കിൽ പോസ്റ്റ് ചെയ്ത് കിടക്കുന്നത് കണ്ടപ്പോഴാണ് ഭ്രമരം സിനിമയിലെ ചില സാഹസിക രംഗങ്ങൾ മാട്ടുമലയുടെ പരിസരത്ത് ചിത്രീകരിച്ച കാര്യം ഡ്രൈവർ സൂചിപ്പിച്ചത്. പിന്നങ്ങോട്ട് മുഴുവൻ അതിലെ സീനുകൾ മാറി മറിഞ്ഞു വരാൻ തുടങ്ങി. ക്ലൈമാക്സ് രംഗത്തിലെ ത്രസിപ്പിക്കുന്ന ജീപ്പ് ചേസിംഗ് ചിത്രീകരിച്ചിരിക്കുന്നത് മാട്ടുമലയിൽ നിന്നും തിരിച്ചിറങ്ങി വരുമ്പോൾ വലതുവശത്തേക്ക് കാണുന്ന ഈ വഴിയിലാണ്. എന്നാൽ മറ്റൊരു ഭാഗം ഷൂട്ട് ചെയ്തിരിക്കുന്നതാകട്ടെ ഇവിടുന്ന് 150 കിലോമീറ്ററോളം അകലെയുള്ള കാന്തല്ലൂരിലെ ഭ്രമരം ലൊക്കേഷനിലുമാണ്. അതിന്റെ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നെല്ലിയാമ്പതിയിലെ പ്രധാന അട്രാക്ഷനായ സീതാർകുണ്ട് വ്യൂ പോയിന്റ് ആണ് അടുത്ത ലക്ഷ്യം. പോപ്സ് ഗ്രൂപ്പിന്റെ എസ്റ്റേറ്റിനകത്താണ് സീതാർകുണ്ട്. എസ്റ്റേറ്റിനകത്തേക്ക് കയറാൻ പ്രവേശന ഫീസൊന്നുമില്ല.
പക്ഷെ വാഹനത്തിന്റെ ഡീറ്റെയിൽസ് അടക്കം നൽകണം. പാർക്കിംഗ് ഏരിയ അടുത്തതോടെ വലിയ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. പാർക്കിങ്ങിന് 20 രൂപ ഫീസ് നൽകണം. രാവിലെ 8 മണി മുതൽ വൈകിട്ട് 5 വരെയാണ് സീതാർകുണ്ട് വ്യൂ പോയിന്റിലേക്കുള്ള പ്രവേശന സമയം. വശങ്ങളിൽ തേയിലത്തോട്ടങ്ങളുള്ള ഈ വഴിയിലൂടെ കയറി ചെന്നാൽ വ്യൂ പോയിന്റിലേക്ക് എത്താം. ഉച്ച സമയമായതിനാൽ വലിയ തോതിൽ കോട മൂടിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ താഴേക്ക് സാമാന്യം തെളിഞ്ഞ കാഴ്ചകൾ കാണാമായിരുന്നു. പക്ഷേ ഏതു നിമിഷവും മാറാൻ സാധ്യതയുള്ളതാണ് പാവങ്ങളുടെ ഊട്ടി എന്ന വിളിപ്പേരുള്ള നെല്ലിയാമ്പതിയുടെ ക്ലൈമറ്റ്. ചില അപകട മരണങ്ങൾക്ക് ശേഷമാണ് ഇവിടെ ഫെൻസിംഗ് ഒക്കെ ചെയ്തത്. കാർഷിക ഗ്രാമമായ കൊല്ലങ്കോടിന്റെ പച്ചപ്പ് നിറഞ്ഞ ഫ്രെയിമാണ് ഇവിടെ നിന്നുള്ള പ്രധാന കാഴ്ച. നീലാകാശത്തിനും പച്ചപ്പടർപ്പിനുമിടയിലൂടെ തെന്നി നീങ്ങുന്ന മേഘങ്ങളും തലയെടുപ്പുള്ള ഗജവീരൻ കണക്കെ വിദൂരതയിലേക്ക് നോക്കി നിൽക്കുന്ന വൻമലകളും ചേർന്ന് ഒരു അതിമനോഹര നിമിഷം. തിരിച്ചിറങ്ങി വരുമ്പോൾ വനവിഭവങ്ങൾ വിൽക്കുന്ന പോപ്സ് ഔട്ട്ലെറ്റിൽ ഒന്ന് കയറിയിട്ടാണ് പോന്നത്. ഇത് നെല്ലിയാമ്പതിയിൽ തന്നെയാണോ എന്ന് തോന്നിപ്പിക്കും വിധമായിരുന്നു ഇവിടുത്തെ ടീ എസ്റ്റേറ്റിന്റെ നയനാനന്ദകരമായ കാഴ്ചകൾ. കേശവൻ പാറ, കാരപ്പാറ എന്നീ സ്ഥലങ്ങളിലേക്ക് പോകാൻ തിരിയേണ്ടത് കൈകാട്ടി ജംഗ്ഷനിൽ നിന്നും വലത്തോട്ടുള്ള റോഡാണ്. കയറുന്ന വഴിയിൽ ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കാണാം. ഈ വഴിയിലൂടെ ഏകദേശം 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ AVT മണലാരു എസ്റ്റേറ്റിന്റെ മുന്നിലേക്കാണ് നാം എത്തുക. കേശവൻ പാറ വ്യൂ പോയിന്റിലേക്ക് പോകാനായി ഈ ഒരു ചെറിയ ക്ഷേത്രം ഇരിക്കുന്ന വഴിയിലൂടെയാണ് കയറിപ്പോകേണ്ടത്. രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയാണ് പ്രവേശന സമയം. 5 മണിക്ക് മുന്നേ തിരിച്ചിറങ്ങിയിരിക്കുകയും വേണം. ഇവിടുത്തെ ഫോറസ്റ്റ് ഓഫീസിൽ ID പ്രൂഫ് കാണിച്ച ശേഷം വേണം വനത്തിനോട് ചേർന്ന പാതയിലൂടെ നടന്ന് വ്യൂ പോയിന്റിലേക്ക് എത്താൻ. 30 രൂപയാണ് ടിക്കറ്റ് ചാർജ്. നടന്ന് പകുതി എത്തിയപ്പോൾ ഞങ്ങൾക്ക് മുന്നിലൂടെ പെട്ടെന്നൊരു ജീവി കടന്നുപോയി. ചെറിയ കുറുക്കനെ പോലെ തോന്നിയ ആ ജീവി ഒരു ചെങ്കീരിയായിരുന്നു. ഈ വഴി നടക്കുമ്പോൾ കാടിന്റെ ഉൾപ്രദേശങ്ങളിലേക്ക് കടക്കുന്നത് അപകടകരവും ശിക്ഷാർഹവുമാണ്. ടിക്കറ്റ് കൗണ്ടറിൽ നിന്നും കഷ്ടിച്ച് 1/2 കിലോമീറ്റർ നടന്നാൽ പാറയുടെ മുന്നിലെത്താം. പാറ കയറി വരുമ്പോൾ കാണുന്ന കാഴ്ച ഉപേക്ഷിച്ച ഒരു കെട്ടിടവും അതിന്റെ പിന്നിൽ വനാന്തരീക്ഷത്തിനപ്പുറത്തേക്ക് പടർന്നു പന്തലിച്ച മലയുടെ ഒരു അഗ്രവുമാണ്. ചുറ്റിനും കാടാണെന്ന കാര്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഈ കാഴ്ച. മുകളിലെത്തിയാൽ മറ്റൊരു ലോകത്തേക്ക് പറന്നിറങ്ങും പോലെ അങ്ങ് ദൂരെയുള്ള പൂത്തുണ്ടി ഡാം റിസർവോയറിന്റെ ഒരു അസാമാന്യ വ്യൂ. മൃഗയ സിനിമയിലെ കൊക്കയിലേക്ക് വീഴുന്ന രംഗം ചിത്രീകരിച്ചത് ഈ ഭാഗത്താണെന്ന് പറയപ്പെടുന്നു. തിരിച്ചു കയറുന്നതും കുത്തനെയുള്ള പ്രതലമായതിനാൽ പ്രായമായവർ വ്യൂ പോയിന്റിന്റെ താഴെ അറ്റം വരെ വരാതെ മുകളിൽ നിന്നും ആസ്വദിക്കുന്നതാണ് നല്ലത്. മരത്തിന്റെ മുകളിലിരുന്ന് എന്തോ കഴിച്ചുകൊണ്ടിരുന്ന ഈ മലയണ്ണാൻ ക്യാമറ കണ്ടപ്പോൾ തടി തപ്പി. ഇവിടെ ടിക്കറ്റ് കൗണ്ടറിനോട് ചേർന്ന് അത്യാവശ്യത്തിന് ടോയ്ലറ്റ് സൗകര്യവുമുണ്ട്. AVT മണലാരു എസ്റ്റേറ്റിന്റെ മുന്നിലെ ഈ റോഡാണ് കാരപ്പാറയിലേക്ക് പോകാനുള്ള വഴി. KSRTC ബസ് റൂട്ട് ആണെങ്കിലും ഇവിടുന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട്. ഒരു തൂക്കുപാലവും വെള്ളച്ചാട്ടവുമാണ് അവിടുത്തെ പ്രധാന 2 ആകർഷണങ്ങളെങ്കിലും അവിടേക്ക് പോകുന്ന ഈ വഴിയാണ് യാത്രയിലെ മെയിൻ അട്രാക്ഷൻ. നോക്കെത്താ ദൂരം തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലൂടെ വളഞ്ഞും പുളഞ്ഞും പോകുന്ന ഈ വഴിയിലൂടെ വണ്ടി ഓടിക്കാൻ ഒരു ഹരമാണ്. ഇടയ്ക്ക് കണ്ട ഈ ജംഗ്ഷനിൽ നിന്നും നേരെ മുന്നോട്ട് പോകുമ്പോൾ കാരപ്പാറ ബോർഡ് കാണാം. ഒരു സ്വപ്ന സുന്ദര ലോകത്തിലൂടെ ഒഴുകി നീങ്ങുന്ന പോലൊരു തോന്നൽ. പാവങ്ങളുടെ ഊട്ടി എന്ന വിളിപ്പേരുള്ള നെല്ലിയാമ്പതിയുടെ ഏറ്റവും മനോഹാരിത ഒളിപ്പിച്ചു വെച്ച ഒരിടം കൂടിയാണ് ഈ കാരപ്പാറ റൂട്ട്. വിശാലമായ കാപ്പിത്തോട്ടം മേഖലയാണ് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളൊക്കെ. ഇവിടെ എത്തുമ്പോൾ ഈ കരടി എന്നെഴുതിയ വലതുവശത്തെ റോഡിലേക്ക് കയറണം. അങ്ങനെ ചുരുക്കം വീടുകളും കൊച്ചരുവിയും ഒക്കെയുള്ള ഒരു ഭാഗത്തേക്കെത്തി. അത് കടന്ന് പിന്നെ എത്തുന്ന ഈ സ്ഥലത്ത് നിന്നും ഇടത്തേക്കുള്ള വഴിയിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സൂചനാ ബോർഡ് കാണാം. ആ കൊച്ചു വഴി ഇറങ്ങിച്ചെല്ലുന്നത് കാരപ്പാറ തൂക്കുപാലത്തിലേക്കാണ്.
ഈ ചേച്ചി ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ചുക്ക് കാപ്പി വിൽക്കാൻ നിൽക്കുകയാണ്. സഞ്ചാരികൾക്ക് ഇവിടേക്ക് പ്രവേശിക്കാൻ പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നും എടുക്കേണ്ടതില്ല. കോളനിയിലേക്ക് ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ മറുകര വനഭൂമി ആയതിനാൽ വനാതിർത്തി കടക്കുന്നത് ശിക്ഷാർഹമാണ്. നാം ഇപ്പോൾ വന്നെത്തി നിൽക്കുന്ന വനാതിർത്തി പറമ്പിക്കുളം ടൈഗർ റിസർവിന്റെ ഏതാണ്ട് മറുഭാഗത്തായാണെന്ന് പറയാം. വെള്ളത്തിന്റെ ഒഴുക്ക് കുറവായതിനാൽ കുറച്ചു നേരം താഴെ പുഴയിലിറങ്ങി കയ്യും കാലും ഒന്ന് തണുപ്പിച്ചു. ഈ പുഴ ഷോളയാർ വനത്തിനുള്ളിലൂടെ ഒഴുകി ചാലക്കുടി പുഴയിലേക്ക് ചേർന്ന് ഒടുവിൽ പെരിയാർ നദിയിലൂടെ കടലിലെത്തുന്നു. ഈ വഴിയുടെ സൈഡിലും കാപ്പിത്തോട്ടം കാണാം. മലമുഴക്കി വേഴാമ്പലിന്റെ സാന്നിധ്യം കൂടുതലുള്ള ഇവിടം ഒരു ബേർഡ് വാച്ചിംഗ് മേഖല കൂടിയാണ്. നെല്ലിയാമ്പതിയിലെ മനോഹരമായ കാരപ്പാറ വെള്ളച്ചാട്ടമാണ് അടുത്ത ലക്ഷ്യം. തൂക്കുപാലത്തിൽ നിന്നും 500 മീറ്ററേ ദൂരമുള്ളൂ. മഴയില്ലാത്ത സമയമായതിനാൽ ഒഴുക്ക് തീരെ കുറവായിരുന്നു. വഴുക്കലില്ലാത്ത ഒരു സൈഡിലൂടെ കുറച്ചകത്തേക്ക് നടന്നു ചെന്നു. മഴക്കാലത്ത് കുത്തിയൊലിച്ചു വന്ന് നിറഞ്ഞൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച റോഡിൽ നിന്ന് തന്നെ കാണാൻ അതിമനോഹരമാണ്. മരങ്ങൾക്കിടയിലൂടെ കുറച്ചുകൂടി മുകളിലേക്ക് കയറിയപ്പോൾ മരങ്ങളുടെ തണലും വെള്ളത്തിന്റെ തണുപ്പും കൂടി ഇവിടെ ഒരു പ്രത്യേക വൈബ് അനുഭവപ്പെട്ടു. എന്നിരുന്നാലും കാടിന്റെ ഭാഗമായതുകൊണ്ട് തന്നെ താഴോട്ടിറങ്ങി. ഈ ഇണ മത്സ്യങ്ങൾക്കൊപ്പം വെള്ളത്തിലിറങ്ങി പാദങ്ങളെ കുളിരണിയിച്ചുകൊണ്ട് ഞങ്ങൾ മടങ്ങി. നെന്മാറയിൽ നിന്നും വരുന്ന ഈ ഓർഡിനറി സർവീസിന്റെ കാരപ്പാറയിലെ ലാസ്റ്റ് സ്റ്റോപ്പാണിത്. ചെറിയ കടകളും എസ്റ്റേറ്റ് തൊഴിലാളികളുടെ ലയങ്ങളും കൊച്ചു ക്ഷേത്രങ്ങളുമായൊക്കെ ഒരു ഉൾഗ്രാമത്തിന്റെ തനിമ ഇവിടെ അനുഭവിച്ചറിയാൻ സാധിക്കും. വൈകിട്ട് 5 മണിക്ക് മുമ്പ് ചെക്ക് പോസ്റ്റ് കടക്കേണ്ടതിനാൽ ഞങ്ങൾ അവസാന സ്പോട്ടായ പോത്തുണ്ടി ഡാം സന്ദർശിക്കാൻ യാത്ര തിരിച്ചു. അപ്പോഴാണ് ഒരു കൂട്ടം കുരങ്ങന്മാരുടെ വികൃതികൾ നിറഞ്ഞ നിമിഷങ്ങളിലേക്ക് ചെന്നുപെട്ടത്. അടിയും വഴക്കുമൊക്കെയായി അവർ റോഡ് കയ്യേറാൻ തുടങ്ങിയപ്പോൾ ഞങ്ങൾ പതിയെ മലയിറങ്ങിപ്പോന്നു. അങ്ങനെ ചെക്ക് പോസ്റ്റിനടുത്തുള്ള അംബ്രല്ല വ്യൂ പോയിന്റിലെത്തി. നെല്ലിയാമ്പതിക്ക് കയറുന്നവർക്കെല്ലാം ടിക്കറ്റ് എടുത്ത് പോത്തുണ്ടി ഡാം പാർക്കിനുള്ളിൽ കയറാതെ തന്നെ ഇവിടെ നിന്നും പോത്തുണ്ടി ഡാം റിസർവോയറിന്റെ മനോഹാരിത ആസ്വദിക്കാൻ സാധിക്കും. പക്ഷെ ആരും മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു പോയിന്റാണ് പോത്തുണ്ടി ഡാം പാർക്ക്. കുട്ടികൾക്ക് 10 രൂപയും മുതിർന്നവർക്ക് 20 രൂപയുമാണ് എൻട്രി ഫീ. കേശവൻ പാറയിൽ നിന്ന് വരെ വ്യൂ കിട്ടുന്ന ഈ ഡാമിന്റെ ഏറ്റവും അടുത്ത് നിന്നുള്ള മലകളാൽ ചുറ്റപ്പെട്ട സുന്ദര പാശ്ചാത്തലം വന്ന് കണ്ടനുഭവിക്കേണ്ടത് തന്നെയാണ്. പാർക്കിനുള്ളിലെ ഗാർഡനും പ്ലേ ഏരിയയും സിപ്പ് ലൈൻ അടക്കമുള്ള വിശാലമായ അഡ്വഞ്ചർ ആക്ടിവിറ്റി സോണും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാം. രാവിലെ 9:30 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് പ്രവേശന സമയം. കിഡ്സ് ബോട്ടിംഗ്, കിഡ്സ് കാർ ഡ്രൈവ്, സ്കൈ സൈക്ലിംഗ് തുടങ്ങിയ പലവിധ വിനോദങ്ങൾക്ക് ഇവിടെ സൗകര്യമൊരുക്കിയിട്ടുണ്ട്. പച്ചപുതച്ച പാറക്കെട്ടുകളും അതിനപ്പുറത്തെ തേയിലത്തോട്ടങ്ങളും മഴക്കാലത്തെ നിരവധി വെള്ളച്ചാട്ടങ്ങളുമൊക്കെയായി പ്രകൃതിയുടെ വ്യത്യസ്ത ഭാവങ്ങൾ മറഞ്ഞിരിക്കുന്ന നെല്ലിയാമ്പതി എന്ന സ്വർഗലോകത്തേക്ക് നിങ്ങൾക്കും സുസ്വാഗതം.